ഹലോ ഹായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. എങ്ങനെ ഉണ്ടായിരുന്നു? വിഷു ഒക്കെ ആഘോഷിച്ചില്ല എല്ലാവരും? അപ്പോൾ എൻ്റെ ഒരു വിഷു വ്ലോഗാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇത്തവണത്തെ വിഷു ആശ്രമത്തിലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇതാ കണി റെഡിയാണ്. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സ്റ്റാഫിനെ എല്ലാവരെയും 5 മണിക്കൊക്കെ എഴുന്നേറ്റ് വെച്ച് വേറൊരു സ്റ്റാഫ് വന്നിട്ട് നമ്മളങ്ങനെ ഷോൾഡർ പിടിച്ച് കണ്ണടച്ച് ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ വിഷു കണി കാണിച്ചു തന്നു. വലിയ കണിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കണി കാണുന്നത്. ഭയങ്കര നമുക്കൊരു സന്തോഷം ആണ്. കണ്ണും മനസ്സും നിറഞ്ഞു എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാഫൊക്കെ കണി കണ്ടു. അതിനുശേഷം നമുക്ക് ഡോർമെൻ്ററി പോയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ യോഗ വെക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട്, ഗസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അവരെയും കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ എല്ലാവരെയും കണ്ണടച്ചിട്ട് ഒരാളുടെ പുറകെ ഒരാളായിട്ട് കൊണ്ടുവരണം. അപ്പോൾ നല്ല രസമാണ്. ഞാനിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസും കുറേ പേര് നോർത്ത് ഇന്ത്യക്കാരാണ്, ഫോറിനേഴ്സും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വിഷു കണി മാത്രമല്ല, വിഷു കൈനീട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റുഡൻസിൽ കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വിഷുവിൻ്റെ തലേ ദിവസമായിരുന്നു നമ്മുടെ TTCയുടെ ഗ്രാജുവേഷൻ നൈറ്റായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് കുറേ പേരുടെ ടാലൻറ്റ് ഷോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാ സ്റ്റാഫും കൂടി ഒരു പാട്ട്, ഒരു ചാൻറ്റിങ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതേപോലെ നമ്മുടെ TTC അസിസ്റ്റ് ചെയ്ത എല്ലാ സ്റ്റാഫിനും ഒരു ഫ്ലവറിൻ്റെ മാല ഇട്ടിട്ട് അനുമോദിച്ചു. ഒക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. She's very sweet with a very nice smile, always makes you feel cheerful. Thank you, Sharanya. And sadly, she's also quite a long time service. അപ്പോൾ ഇത് എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഷെയർ ചെയ്തത്. പിന്നെ സ്റ്റാഫ് ചാൻറ്റിങ് ഉണ്ടായിരുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു അനുചേട്ടാ. വിഷു ശരണി. ഹാപ്പി വിഷു രാഹുൽ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു വിഷ്ണു ചേട്ടാ. ഹാപ്പി വിഷു. അപ്പോൾ അമ്പലത്തിൽ പിടിപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ചെറിയ ഉണ്ണികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുക. എൻ്റെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റാഫ് മീറ്റിങ്ങിന് കയറി. നമുക്ക് രാവിലെ എന്നും മോർണിംഗ് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വിഷുക്കോടിയൊക്കെ കിട്ടി. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ചൊല്ലേ. ഹാപ്പി വിഷു അക്ക. ബൈ. അപ്പോൾ നമ്മളുടെ TTC അസിസ്റ്റൻസ് എല്ലാവരും കിഡ്സ് ക്യാമ്പിനും സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അക്ക മാത്രം വീട്ടിൽ പോവാണ്. അപ്പോൾ തീരെ ക്ഷമയില്ലാതെ ഞാൻ അപ്പോൾ തന്നെ അത് അൺബോക്സിങ് ചെയ്യാണ്. അപ്പോൾ വിഷു കോടി നമുക്ക് ടീഷർട്ടാണ്, ശിവാനന്ദ എന്നൊക്കെ എഴുതിയിട്ട് എല്ലാ സ്റ്റാഫിനും ഉണ്ട്. അപ്പോൾ അൺബോക്സിങ് ചെയ്തിട്ട് ഞാൻ നേരെ ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകണം. നമുക്ക് സാരിയൊക്കെ ഉടുക്കണം. അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് നമ്മൾ സെറ്റായി. ഇനി ചെറിയൊരു മേക്കപ്പും നമുക്ക് ഹെയർ ഒന്ന് ടൈ ചെയ്യാണ്ട്. അപ്പോൾ ഇന്നലെ മുല്ലപ്പൂ കിട്ടിയോണ്ട് നമുക്ക് അത് വെക്കാം. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു.
അങ്ങനെ നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ ചിരഞ്ജിത്ത് നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രിയങ്കയാണ് സാരിയും എൻ്റെ മുല്ലപ്പൂ ഒക്കെ വെക്കാൻ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നേരെ നമ്മൾ നമ്മുടെ ബ്രഞ്ച് കഴിക്കാൻ പോവുകയാണ്. സദ്യ ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം വന്നിട്ട് സദ്യ കഴിക്കുന്നത്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ സെർവ് ചെയ്തു. പിന്നെ സാരി ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ നല്ല ഫുഡ് നല്ല എൻജോയ് ചെയ്ത് കഴിക്കാനുള്ള പ്ലാനിലാണ്. സാഗർ ഹായ്, അഖിൽ ചേട്ടാ ഹാപ്പി വിഷു. Chiranjit, how is Kerala feast? Perfect? How is? Perfect. Very good. Lakshmi? പിന്നെ ലക്ഷ്മിനോട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പായസം കഴിച്ചു. നമ്മുടെ സദ്യ അവസാനിക്കുകയാണ്. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ ടയേർഡായി. നമ്മുടെ 3 സ്റ്റുഡൻസിനെ കണ്ടു. അപ്പോൾ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് 1-2 റീൽസൊക്കെ എടുത്തു. നമ്മുടെ പരിപാടി അതാണല്ലോ, അപ്പോൾ പിന്നെ അത് ഒഴിവാക്കാൻ പറ്റില്ല. കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. സദ്യ കഴിച്ചൊരു ഉറക്കം നിർബന്ധമാണ്. അപ്പോൾ ഇന്നാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. അപ്പോൾ കുറച്ച് പാക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി. രേഷ്മ ചേച്ചിനെ കാണാനുണ്ടായിരുന്നു. രേഷ്മ ചേച്ചിനെ കണ്ട് ബൈക്ക് പറഞ്ഞു. അപ്പോൾ നൈറ്റാണ് ട്രെയിന്. അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിന് പോകണം. അപ്പോൾ ഇത് ഭയങ്കര നമ്മുടെ ഡാം വ്യൂ ആണ്. ഇപ്പോൾ ചൂടൊക്കെ കാരണം വെള്ളം കുറച്ച് കുറവാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇത് ടൊമാറ്റോ സൂപ്പാണ്, എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആണ്. പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് എന്തോ ഉത്സവമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.